8-16 പണിയും കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുറെ സമയം തലങ്ങും വിലങ്ങും ആലോചിക്കുന്നത്, എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടാ. ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഗീതച്ചിക്ക് ഭയങ്കര തിരക്കാന്ന് തയ്ക്കാനുണ്ട്. അന്നേരം ഇത് കുറെ ഇങ്ങനത്തെ അടിച്ചു. ജോർജറ്റ് മെറ്റീരിയൽസ് അറിയാലോ, നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന തുണിയേ അല്ല. ഒരുപാട് പിന്നും ക്ലിപ്പെല്ലാം കുത്തിയിട്ടുണ്ട്. അതൊന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് സ്റ്റോൺ വർക്കും വന്നിന്. ആ സ്റ്റോൺ വർക്ക് വന്നോണ്ടല്ല, സ്റ്റോൺ വർക്ക് വന്നോണ്ട് ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾ നോക്കിക്കണ്ട, നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റോൺ വർക്കും ലേസെല്ലാം. പക്ഷേ ഉണ്ടല്ല, ഷേപ്പിന്റെ ഭാഗത്താണ് ആ സ്റ്റോൺ വന്നിന്. കണ്ടതാ, അത് ചെറിയ സ്റ്റോൺ ആണ് കേട്ടോ, സിൽവർ സ്റ്റോൺ ചെറിയ. അത് എൻ്റെ മെഷീന്റെ സൂചിയും പൊട്ടിക്കൊടുക്കും. ഇതെങ്ങനെ കളയേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല. കുറേയെല്ലാം ഞാൻ കൈകൊണ്ട് അടുത്ത് ഗിതേച്ചിന്റെ വിരലിന്റെ തോലെല്ലാം പോയി ഇത് ചിള്ളി കളഞ്ഞിട്ട്. മറ്റുണ്ടല്ല, നമുക്ക് തയ്ക്കാൻ കിട്ടില്ല, സൂചി പൊട്ടില്ല. ശരിക്കും കറക്റ്റായി ഇത് വരുന്നത്. ആ ഷേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിറ്റ് ഇല്ലേ, സ്ലിറ്റ് മടക്കടിക്കേണ്ട ഭാഗത്തേക്കാണ് സ്റ്റോൺ തേച്ച് താഴേക്ക് പോകുന്നട്ടാ. ഇതെന്നാ പ്രതിവിധി എന്നൊക്കെ അറിയില്ല. ഞാൻ കുത്തി ഇരുന്നിട്ട് ഇപ്പൊ ആ സ്റ്റോൺ ചുരണ്ടി കളി വരുന്നത്. നിങ്ങൾ എങ്ങനെ കളയില്ല? എന്നെ പോലത്തെ ടൈലർമാർ ആരെങ്കിലും ഉണ്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പറ്റൂ പറയണം കേട്ടോ, എന്നാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽസ് പറഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ ഇട്ടാലും നല്ല പെർഫെക്റ്റ് ആയിരിക്കും, നല്ല ഷേപ്പ് ആയിരിക്കും. പക്ഷെ അതിന് വർക്ക് വന്നാല് നമുക്ക് പിടിച്ചാൽ കിട്ടുകയും ചെയ്യില്ല. അതുപോലെ ഒരു തുള്ളി കളിക്കുന്ന തുണിയാണ് ക്ലിപ്പെല്ലാം വെച്ചിട്ട്. അതുകൊണ്ട് ഈ സ്റ്റോൺ കളി എളുപ്പവിദ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗീതച്ചോട് കമന്റ് ഇടട്ടോ. ടൈലർമാർ എന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാൽ കുഞ്ഞു വീഡിയോ നാളെ വരെ ബൈ.